ഹലോ, ഇന്ന് ബെൽഫാസ്റ്റിലെ വാട്ടർ വർക്ക്സ് സ്വാൻസ് ലേക്കിലേക്ക് ഒന്ന് പോയിട്ട് വരാം. ഏക്കർ കണക്കിന് സ്ഥലത്ത് പാർക്ക്, വാക്കിംഗ് പാർക്സ്, പോണ്ട്, ലേക്ക്, മൾട്ടി സ്പോർട്സ് ആക്ടിവിറ്റീസിനുള്ള സ്പേസ്, അങ്ങനെ ഒത്തിരി ആക്ടിവിറ്റീസ് നിറഞ്ഞ ഒരു പാർക്കാണ് ഇത്. 1840 വാട്ടർ കമ്മീഷണർ ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി വാട്ടർ സോഴ്സ് ആക്കാൻ തീരുമാനിച്ചേക്കുന്ന ഒരു സ്ഥലമാണ്. 20ഓളം വർഷം ഇവിടുന്ന് ആൾക്കാർക്ക് വെള്ളം, ഫാക്ടറീസിലേക്കുള്ള വെള്ളം, അങ്ങനെയാണ് ഇത് തുടങ്ങിയത്. പിന്നെ അതിനുശേഷം ഇവിടെ സ്വിമ്മിങ്, സ്പീഡ് ബോട്ട്, അങ്ങനെ പല ആക്ടിവിറ്റീസും വന്നു. പക്ഷെ അതൊക്കെ ഇപ്പോൾ സ്റ്റോപ്പ് ചെയ്തു. ഫിഷിംഗ് ഇപ്പോഴും ഉണ്ട്. അല്ലാതെ ഇതിന് വാട്ടർ സോഴ്സ് ഇപ്പോഴും ഇവിടുന്ന് വെള്ളം എടുത്തിട്ട് ജനങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇത് കാണുമ്പോൾ എനിക്ക് നാട്ടിൽ കോഴിക്കോട് മാനാഞ്ചിറ ഓർമ്മ വരും കേട്ടോ. അത് പിന്നെ 14-ാം നൂറ്റാണ്ടിൽ ടിപ്പു സുൽത്താൻ്റെ സമയത്ത് അവരുണ്ടാക്കിയൊരു കുളമാണ്. ഹിസ്റ്ററി നമ്മൾ പഠിച്ചതാണല്ലോ. സാമൂര്യൻസ് മാന അവർക്ക് കുളിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ കുളമായിരുന്നു. പിന്നെ ടിപ്പു സുൽത്താൻ്റെ സമയത്ത് അത് 3000 സ്വർണ്ണ നാണയം കൊടുത്ത് പണി കഴിപ്പിച്ചു. പിന്നീട് അത് കുടിവെള്ളത്തിന് വേണ്ടിയിട്ട് കുടിവെള്ള പദ്ധതിയായിട്ട് മാറ്റി സയ്യിദ് ജിഫ്രി എന്ന് പറയുന്ന ആൾക്ക് ഗിഫ്റ്റായിട്ട് കൊടുത്തു. ഇപ്പോഴും നമ്മൾ മാനാഞ്ചിറയിൽ നിന്ന് ഒരുപാട് വാട്ടർ സോഴ്സ് വേറെ ആൾക്കാർക്ക് കൊടുക്കുന്നുണ്ട്. നമ്മൾ കോഴിക്കോട് തന്നെ പല സ്ഥലങ്ങളിലേക്ക് വെള്ളം എത്തിക്കുന്നുണ്ട്. അതായിട്ട് എനിക്ക് തോന്നാറുണ്ട്. ഇവിടെ വന്ന് കണ്ട അരയന്നങ്ങളെയൊക്കെ നമുക്ക് ഭക്ഷണം കൊടുക്കാൻ പറ്റും. എനിക്ക് ഭയങ്കര പേടിയായിരുന്നേ അത് കൊത്തുമെന്ന്. പിന്നെ ഇങ്ങനെ ആ ഒരു നല്ല തണുത്ത കാലാവസ്ഥ, നല്ല ഫ്രഷ് എയർ, നമുക്ക് ഇതെല്ലാം അനുഭവിക്കുമ്പോൾ ഉണ്ടല്ലോ നമ്മുടെ സ്ട്രെസ്സ്, മൈൻഡൊക്കെ ഭയങ്കര റിലാക്സ്ഡ് ആവും. നമുക്ക് ചിന്തിക്കാനുള്ള, നമ്മുടെ നല്ലത് ചിന്തിക്കാനുള്ള, നല്ലത് പ്രവർത്തിക്കാനുള്ള ആ ഒരു ഹാപ്പിനെസ് നമുക്ക് തിരിച്ചു വരും.